നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിച്ചാലിസൺ ഇന്നലെയും ഗോളടിച്ചിരിക്കുന്നു. ഇന്നലെ ടോട്ടൻഹാം ഹോട്ട്സ്പർ എവേർട്ടനെ 2-1 തോൽപ്പിക്കുമ്പോൾ ഒരു ഗോള് റിച്ചാലിസൻ്റെ വകയാണ്. അതിനു മുമ്പുള്ള കളിയിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ അദ്ദേഹം ഗോളടിച്ചിരുന്നു. അതിനു മുമ്പ് ന്യൂക്യാസലിനെതിരെ ഇരട്ട ഗോളുകൾ നേടിയിരുന്നു. ശരിക്കും റിച്ചാലിസൺ എന്താണ് പറ്റിയത്? ഗോളടി മറന്നുപോയിരുന്ന ഒരു താരം ഇപ്പോൾ നിരന്തരം ഗോളടിക്കുന്നു. നോക്കുക, കഴിഞ്ഞ 3 കളികളിൽ നിന്ന് അദ്ദേഹം 4 ഗോളുകളാണല്ലോ നേടിയിരിക്കുന്നത്. 3 കളികളിൽ നിന്ന് 4 ഗോളുകൾ. ജനുവരി മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ പ്രീമിയർ ലീഗിൽ കളിച്ച താരത്തിൻ്റെ ബൂട്ടിൽ നിന്ന് ആകെ പിറന്നിരുന്നത് 3 ഗോളുകളാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 3 കളികളിൽ നിന്ന് മാത്രം 4 ഗോളുകൾ പിറന്നിരിക്കുന്നു. അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക് തൻ്റെ കരിയർ ഒന്ന് ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് വേണം കരുതാൻ. നോക്കുക, റിച്ചാലിസൺ സ്കോർസ് ഇൻ ബാക്ക് ടു ബാക്ക് ഗെയിംസ് ഫോർ ദി ഫസ്റ്റ് ടൈം സിൻസ് മെയ് 2022. 2022 ശേഷം 2022 മെയ് മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്നത്. കഴിഞ്ഞില്ല. Richarlison got 4 goals in his last 3 games. His best run of games since he has been in the Premier League എന്ന് ESPN FC റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് റണ്ണാണിത്. 3 കളികളിൽ 4 ഗോളുകൾ. എന്തായാലും റിച്ചാലിസൺ തിരികെ ഫോമിലേക്ക് എത്തുന്നു എന്നുള്ളത് ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ബ്രസീലിയൻ ഫുട്ബോളിനും അത് പോസിറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ ഗോളടി മികവ് കുറഞ്ഞു പോയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്തൊന്നും അദ്ദേഹത്തെ ടീമിലേക്ക് ബ്രസീൽ വിളിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. റിച്ചാലിസൺ തിരികെ വരുന്നു എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.